ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഫിറ്റർ മോഡൽ എക്സാമിലെ രണ്ടാമത്തെ മോഡൽ എക്സാമിലെ 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ്. അവയുടെ ഉത്തരങ്ങളും വിശദീകരണവുമാണ്. ഒന്നാമത്തെ പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടോയെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എക്സാമുകളുടെയും ലിങ്കും അവയുടെ കട്ട് ഓഫ് മാർക്കും ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കുക. ട്വിറ്ററിലെ ഏത് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. 21ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ്, സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് ടെമ്പറേച്ചറിന്റെ എന്താണ്, കെൽവിൻ ആണ്. ആകെ എത്ര SI യൂണിറ്റുകളാണ് ഉള്ളത് എന്നറിയുമോ? 7 യൂണിറ്റുകളാണുള്ളത്. ഓക്കെ, 7 യൂണിറ്റുകളാണ് ആകെയുള്ളത്. അവ ഓരോന്നും ഏതൊക്കെയാണ്, അവയുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ഒന്നാമതായിട്ട് SI യൂണിറ്റുകൾ 7 നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപക്ഷെ NSQ ഓഫ് ലെവൽ 5 6 യൂണിറ്റുകളായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതുകൂടി ചേർത്ത് മൊത്തം ഒരെണ്ണവും കൂടെ ആഡ് ചെയ്തുകൊണ്ട് 7 നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ലെങ്ത്, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ M കൊണ്ടാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാസ് കിലോഗ്രാം ആണ്, kg ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ടൈം സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ആംപിയർ ആണ്. ഇലക്ട്രിക് ചാർജ് ആണെങ്കിലോ കൂളോം ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെയുള്ള ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ 7 യൂണിറ്റുകൾ തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി, വളരെ അത്യാവശ്യമായിട്ട്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡേലയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോൾ ആണ്. സോ ഇത്രയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് ദ മോസ്റ്റ് എലാസ്റ്റിക് മെറ്റീരിയൽ? ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ തന്നെ റബ്ബർ സെലക്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷെ റബ്ബർ എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ട്രേഡ്സ്മാൻ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആൻസർ കീ സ്റ്റീൽ ആയപ്പോൾ ഞാൻ സ്റ്റീൽ അങ്ങനെ അങ്ങ് പഠിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ള ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റീൽ വരുന്നുണ്ടാവുക എന്നൊന്നും നോക്കിയിരുന്നില്ല. സോ നമ്മൾ പിന്നീട് ഇപ്പം എന്താണ് അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നോക്കി എന്തുകൊണ്ട് സ്റ്റീൽ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. മലയാളത്തിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്പം വലിച്ചു നീട്ടുകയോ രൂപഭേദം വരുത്തുകയോ ചെയ്ത ശേഷം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവാണ് എലാസ്റ്റിക്. അപ്പൊ നമ്മൾ ആലോചിക്കും, ആ റബ്ബറിനെ വലിച്ചു നീട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രൂപത്തിൽ വ്യത്യാസം വരും. അതിനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പഴയ രൂപത്തിലേക്ക് വരുമല്ലോ. എന്താണ് സ്റ്റീൽ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ബാക്കിയും കൂടെ നോക്കുക. ഒരു വസ്തുവിന്റെ കാഠിന്യം അളക്കുന്ന യങ്സ് മൊഡ്യൂൾസ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന എലാസ്തികതയുടെ മൊഡ്യൂളസ് ഉപയോഗിച്ചാണ് ഈ ഗുണം കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, സ്റ്റീലും റബ്ബറും തമ്മിലുള്ള ഒരു ഇതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റീൽ വെസിസ് റബ്ബർ ഒന്ന് നോക്കിയാലോ. യങ്സ് മൊഡ്യൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിന് വളരെ ഉയർന്ന യങ് മൊഡ്യൂൾസ് ആണുള്ളത്. സാധാരണയായിട്ട് ഏകദേശം 200 GP അഥവാ ഗിഗാ പാസ്കലുകൾ എന്ന് പറയാം. ഇതിനർത്ഥം ഉരുക്ക് അഥവാ സ്റ്റീൽ വളരെ കടുപ്പമുള്ളതും രൂപഭേദം വരുത്തുവാൻ വേണ്ടിയിട്ട് വളരെയധികം ശക്തി ആവശ്യമായിട്ടുള്ളതുമാണ്. ഓക്കെ, നമ്മൾ ചിന്തിച്ച അതേ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ദെൻ റബ്ബറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബറിന് വളരെ താഴ്ന്ന യങ് മൊഡ്യൂൾസ് ആണുള്ളത്. സാധാരണയായിട്ട് ഏകദേശം 0.01 മുതൽ 0.1 GPa വരെയാണ് ഉള്ളത്. ഓക്കെ, ഇതിനർത്ഥം റബ്ബർ വളരെ അയവുള്ളതാണ്. ബലത്തിൽ എളുപ്പത്തിൽ നമുക്ക് രൂപഭേദം വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇലാസ്തികതയുടെ നിർവചനം, അതിനെ മനസ്സിലാക്കിയതിലാണ് നമുക്ക് തെറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇലാസ്തികതയുടെ നിർവചനം ഇതാണ്. ഇലാസ്തികത എന്നത് ഒരു മെറ്റീരിയലിനെ എത്രത്തോളം വലിച്ചു നീട്ടാൻ കഴിയും എന്നതല്ല, മറിച്ച് അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്ര നന്നായിട്ട് മടങ്ങുന്നു എന്നുള്ളതാണ്.
ഉയർന്ന യങ് മൊഡ്യൂൾസ് ഉള്ള ഒരു മെറ്റീരിയൽ അഥവാ ഉരുക്ക് പോലെയുള്ളത് സ്റ്റീല് പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ രൂപഭേദത്തെ പ്രതിരോധിക്കുകയും ബലം നീക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബലം അയവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വേഗത്തിൽ തന്നെ മടങ്ങുകയും ചെയ്യുന്നുണ്ട്. റബ്ബറിന് വളരെയധികം വലിച്ചു നീട്ടാൻ കഴിയുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇത് അതിന്റെ വഴക്കത്തെക്കുറിച്ചും കർശനമായ ശാസ്ത്രീയ അർത്ഥത്തിൽ ഇലാസ്തികതയെക്കുറിച്ചും ഉള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, കുറവായിരിക്കും. റബ്ബർ അതിന്റെ ആകൃതിയിലേക്ക് മടങ്ങുന്നുണ്ട്, പക്ഷെ അതിനെ രൂപഭേദം വരുത്തുവാൻ ആവശ്യമായ ബലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത് താഴ്ന്ന കാഠിന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സമ്മർദ്ദത്തിന് കീഴിലുള്ള അതിന്റെ ഒരു പെരുമാറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ അഥവാ സ്റ്റീൽ രൂപഭേദം വരുത്തുന്ന സമയത്ത് അത് അതിന്റെ എലാസ്റ്റിക് പരിധിക്കുള്ളിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുന്നുണ്ട്. അത് വൈകല്യത്തെ ശക്തമായി പ്രതിരോധിക്കുകയും അഥവാ അത് എന്താ പറയാ, ഈ വൈകല്യം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കുകയും കാര്യക്ഷമമായി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, റബ്ബറിനെ നമ്മൾ ഗണ്യമായി വലിച്ചു നീട്ടാൻ കഴിയും എങ്കിലും അതിന്റെ ആകൃതിയിലേക്ക് മടങ്ങാൻ കഴിയും എന്നുണ്ടെങ്കിലും രൂപഭേദത്തെ ചെറുക്കുന്ന വളരെ കുറച്ച് ശക്തിയോടെയാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഇലാസ്റ്റിക് പരിധിക്കപ്പുറം നീട്ടിക്കഴിഞ്ഞാൽ അത് കാഠിന്യം കുറവും സ്ഥിരമായ രൂപഭേദം വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് നമ്മൾ റബ്ബർ കുറച്ച് പരിധിയിൽ കൂടുതൽ വലിച്ചു നീട്ടിയാൽ അതെന്ത് ചെയ്യും, അത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് രൂപഭേദം ആവുകയാണ്. ഓക്കെ, സ്ഥിരമായിട്ട് തന്നെ അതിനെ അങ്ങ് രൂപഭേദത്തിലേക്ക് മാറ്റാൻ പറ്റും. തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെ ഡിഫക്റ്റ് ആക്കാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്ക് റബ്ബറിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക് ആയി കണക്കാക്കപ്പെടുന്നു. കാരണം അതിന് ഉയർന്ന യങ് മൊഡ്യൂൾസ് ആണുള്ളത്. അതായത് രൂപഭേദം കൂടുതൽ ശക്തമായി പ്രതിരോധിക്കുകയും അതിന്റെ എലാസ്റ്റിക് പരിധിക്കുള്ളിൽ കൂടുതൽ ഫലപ്രദമായി യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു പോയിന്റ് മാത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ഓർത്തിരിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റീൽ എന്ന് പറയുന്നത് റബ്ബറിനേക്കാളും കൂടുതൽ എലാസ്റ്റിക് ആയി കണക്കാക്കപ്പെടുന്നു. കാരണം അതിന് ഉയർന്ന യങ് മൊഡ്യൂൾസ് ഉണ്ട്. അതായത് രൂപഭേദം എന്ത് ചെയ്യുന്നു, കൂടുതൽ ശക്തമായി പ്രതിരോധിക്കുകയും അതിന്റെ എലാസ്റ്റിക് പരിധിക്കുള്ളിൽ കൂടുതൽ ഫലപ്രദമായ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23ാമത്തെ ആ ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ കൺവെർട്ട് 140 ഡിഗ്രി ഫാരൻഹീറ്റ് ടു ഡിഗ്രി സെൽഷ്യസ്. അതായത് 140 ഡിഗ്രി ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് കൺവെർട്ട് ചെയ്യണം. അപ്പം അയ്യോ പാടാണ്, വേണ്ട എന്ന് അപ്പോൾ തന്നെ മറിച്ച് കളയാതെ ഇതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. എന്ത് ചെയ്താൽ മതി, C/5 F-32 ഡിവൈഡഡ് ബൈ 9 അതിനകത്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് ഇതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ അതിലേക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഫാരൻഹീറ്റ് ആണ് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനുള്ളത്. 140 ആണ് ഫാരൻഹീറ്റ്. ദെൻ അത് എഴുതുക, -32 എന്ന് എഴുതുക, ബൈ 9 ചെയ്യുക. ഇവിടെ സെൽഷ്യസ് ബൈ 5 ഉണ്ട്. ദെൻ 140 32 കുറയ്ക്കുക, 108 ആണ്. ഈ 9 എടുത്ത് താഴേക്ക് ഇടുക. ദെൻ അപ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യ ഈ 5 അങ്ങോട്ട് ഗുണിച്ച് നോക്കുക. 60 എന്ന് പറയുന്ന ഒരു സംഖ്യ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക, അതെടുത്ത് എഴുതി വെക്കുക. ഓക്കെ, ദെൻ ഇനി അടുത്ത ചോദ്യം, which among the following scraper is used for scraping on bearing bush എന്നുള്ളതാണ്. ഉത്തരം എന്ന് പറയുന്നത് ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ആണ്. ഓക്കെ, ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ, ഓപ്ഷൻ സി. ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ക്രാപ്പർ ഫോർ സ്ക്രാപ്പിംഗ് കർവ്ഡ് സർഫസസ്. കർവ്ഡ് സർഫസസ് സ്ക്രാപ്പ് ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ക്രാപ്പർ ആണ്. ദിസ് മെത്തേഡ് ഓഫ് സ്ക്രാപ്പിംഗ് ഡിഫർ ഫ്രം ദ ഫ്ലാറ്റ് സ്ക്രാപ്പിംഗ്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ dash gauges are used as a quick means to check size within certain limits by comparing it with ഓപ്പണിംഗ് ഗേജ്. അതായത് ഓപ്പണിംഗ് ഗേജിനെ കമ്പയറിങ് ചെയ്തുകൊണ്ട് ഒരു സെർട്ടൈൻ ലിമിറ്റ്, ഒരു പ്രത്യേക പരിധി എന്ത് ചെയ്യുന്നു, പരിധിയിലുള്ള സൈസ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതോ ഒരു ഗേജ് ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പണിംഗ് ഗേജിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പരിധിക്കുള്ളിലുള്ള സൈസ് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏതോ ഒരു ഗേജ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്നാപ്പ് ഗേജ് ആണ്. ഓക്കെ, സ്നാപ്പ് ഗേജ് ആർ യൂസ്ഡ് as quick means to check
size within certain limit by comparing it with opening of gauge. The opposite of ductility is ductility എന്താണെന്ന് അറിയുമോ? ഡക്റ്റിലിറ്റി ഇപ്പോൾ ഈ കോണ്ടിയൂട്ട് അല്ലെങ്കിൽ ചാലകമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടുവാനുള്ള അതിന്റെ ഒരു കഴിവ്, അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്നാൽ മെലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പരത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഷീറ്റുകളൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കഴിവാണ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഇപ്പം ഇതൊരു വസ്തു ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹാമറിങ് ചെയ്യുന്ന സമയത്ത് മെലാബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ പരത്താനായിട്ട് പറ്റും. ദെൻ അതേ സമയം തന്നെ ബ്രിട്ടിൽനെസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്രാക്ക് വീഴും, അത് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു വസ്തു ആണെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നു, നമുക്ക് വലിച്ചു നീട്ടുവാനായിട്ട് പറ്റുന്നു. ഓക്കെ, വയർ ഡ്രോയിങ് അതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ അതിന്റെ സെയിം ഡിഫറൻസ് അതല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിച്ചു നീട്ടാൻ പോകുമ്പോൾ അത് എന്ത് ചെയ്യണം, പൊട്ടിപ്പോണം, അല്ലെങ്കിൽ അതിന് കഴിയാതെ വരണം, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്. ദ ഓപ്പോസിറ്റ് ഓഫ് ഡക്റ്റിലിറ്റി ഈസ് ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയാണ്. ഉദാഹരണം ഗ്ലാസ് എന്ന് പറയുന്നത്, കാസ്റ്റയൺ എന്ന് പറയുന്നതൊക്കെ ഉദാഹരണമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് പൊട്ടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹാമർ പോലെയുള്ള അത് വല്ലതും കാസ്റ്റ് അയൺ ഉപയോഗിക്കാൻ പറ്റുമോ? കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാമറിങ് ചെയ്യുന്ന വസ്തുക്കളൊന്നും അങ്ങനെയുള്ള ഗ്ലാസോ കാസ്റ്റ് അയണോ ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. Okay, then ductility is the property of the material that enable it to drawn out or elongate to appropriate extent before rupture occur. Okay, അതായത് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, അത് പൊട്ടിപ്പോകാതെ അതിനെ വലിച്ചു നീട്ടുവാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് പൊട്ടിപ്പോകുന്ന ഒരു കഴിവാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗൺമെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലാത്ത ഒരെണ്ണം പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കോപ്പറും സിങ്കും കൂടെ ചേരുന്ന സമയത്ത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്, അതാണ് ബ്രാസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതേ കോപ്പറിന്റെ ഒപ്പം ടിന്ന് ചേരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബ്രോൺസ് എന്ന് പറയും. ഓക്കെ, ബ്രോൺസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോപ്പറിന്റെ ഒപ്പം ഈ സിങ്കും ടിന്നും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗൺമെറ്റൽ എന്ന് പറയുന്നത്. ഇത് മൂന്നും എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമായതുകൊണ്ട് സ്കിപ്പ് ചെയ്യണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചേക്കുക. അതിന്റെ ഒപ്പം തന്നെ ടിന്നും ലെഡും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോൾഡറിന്റെ കോമ്പോസിഷൻ എന്താണ്, ടിന്നും ലെഡും ആണ്. ക്ലിയർ ആയില്ലേ? കോപ്പറും സിങ്കും ബ്രാസ് ആണ്, കോപ്പറും ടിന്നും ബ്രോൺസ് ആണ്, കോപ്പറും സിങ്കും ടിന്നും കൂടെ വന്നാൽ ഗൺമെറ്റൽ ആണ്. ദെൻ ടിന്നും ലെഡ് എന്ന് പറയുന്നത് സോൾഡർ ആണ്. ഓക്കെ, അത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ടൈപ്പ് ഓഫ് കാസ്റ്റ്യൻ? ഇതിനകത്ത് ഒരെണ്ണം കാസ്റ്റ്യൻ അല്ല, നമ്മൾ പരിചിതമായിട്ടുള്ള ഒരു പേരുകളാണ്. വൈറ്റ് കാസ്റ്റ്യൻ, മെലാബിൾ കാസ്റ്റ്യൻ, ഗ്രേ കാസ്റ്റ്യൻ, ലെവൻഡർ കാസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കാം, കാസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റയൺ എന്ന് പറയുന്നത് അതിനകത്ത് 2 to 4% കാർബൺ കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ശതമാനം സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ്, മാംഗനീസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് കാസ്റ്റയൺ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ കാസ്റ്റയൺ, വൈറ്റ് കാസ്റ്റയൺ, ചില്ലഡ് കാസ്റ്റയൺ, മോൾട്ടഡ് കാസ്റ്റയൺ, മെലാബിൾ കാസ്റ്റയൺ, നൊഡുലാർ ഓർ സ്ഫെറോയിക്കൽ ഗ്രാഫൈറ്റ് കാസ്റ്റയൺ, അലോയ് കാസ്റ്റയൺ എന്നിവയാണ്. അപ്പൊ അതിനകത്ത് പെടാത്ത ഒരെണ്ണമായിരുന്നു എന്തെന്ന് പറയുന്നത്, ലെവൻഡർ കാസ്റ്റയൺ എന്ന് പറയുന്നത്. അതായിരുന്നു ഉത്തരം. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് നോട്ട് നാച്ചുറൽ അബ്രസീവ്? അതായത് നാച്ചുറൽ അബ്രസീവ് അല്ലാതെ ഇതിനകത്ത് ഏതാണ്? സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് എന്താണ്? എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ അബ്രസീവ് ആണല്ലേ. സോ കോട്സ്, കൊറണ്ടം, ഡയമണ്ട് എന്നിവയൊക്കെ എന്താണ്? നാച്ചുറൽ അബ്രസീവുകളാണ്. ഈ രണ്ട് ഓപ്ഷൻ NSQF ലെവൽ 5 ഞാൻ കണ്ടിട്ടുണ്ട്. കോട്സ് ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം തന്നെ ഡയമണ്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, നാച്ചുറൽ അബ്രസീവിൽ പെടുന്നതാണ്. നിങ്ങൾ ഇത് എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഗ്രൈൻഡിങ് വീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അബ്രസീവിന്റെ കാര്യം, ബോണ്ടിന്റെ കാര്യം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം. നാച്ചുറൽ അബ്രസീവിൽ വരുന്നത് കോഡ്സ്, കൊറണ്ടം, ഡയമണ്ട്, എമിരി എന്നിവയാണ്. അപ്പൊ ഈ 4 തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ടാവുക. സിന്തറ്റിക് അബ്രസീവ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അബ്രസീവ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടാവുക. കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന അബ്രസീവ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടാവുക. സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ്, ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. ഇപ്പൊ ഇത്രയും പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പ്രോട്ടീൻ ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ്, കഴിഞ്ഞ ഇതിലും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്.
ആസ്റ്റൺ പ്രോസസ് അല്ലെങ്കിൽ ബയോസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ് പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോട്ടീൻ ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ആസ്റ്റൺ പ്രോസസ് അല്ലെങ്കിൽ ബയോസ് പ്രോസസ്സ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനകത്ത് പിഗ് ആദ്യം എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുന്നു, ഉരുക്കുന്നു. ഇനി കുപ്പോള ഫർണസിൽ പിഗ് എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അത് ശുദ്ധീകരിക്കുകയും ബെസമർ കൺവെർട്ടർ വെച്ച് ശുദ്ധീകരിക്കുകയും ഈ റിഫൈൻഡ് മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ലാഡിലേക്ക് ഒഴിക്കുകയും ചെയ്യുകയാണ്. ദെൻ വിച്ച് കണ്ടെയ്ൻ, അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക എമൗണ്ടിൽ സ്ലാഗ് ഉണ്ടായിരിക്കും പ്രീവിയസ്ലി പ്രിപ്പയർഡ് ഇൻ സ്മോൾ ഓപ്പൺ ഹെർത്ത് ഫർണസ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക വീഡിയോ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക. ദെൻ കേസ് ഹാർഡനിങ് സെവരിറ്റീസ് ഡിപ്പെൻഡ് ഓൺ, കേസ് ഹാർഡനിങ്ങിന്റെ തീവ്രത ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സെവരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, തീവ്രത. അപ്പം കേസ് ഹാർഡനിങ്ങിന്റെ ആ ഒരു തീവ്രത ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സൈസ് ഓഫ് പാർട്ട്, പൊസിഷൻ ഓഫ് കേസ്, ആക്ടിവിറ്റി ഓഫ് കാർബറൈസിങ് മീഡിയ. ഒന്നും നോക്കാനില്ല, എല്ലാം വരുന്നുണ്ടാവും. കേസ് ഹാർഡനിങ് സെവരിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സൈസ് ഓഫ് പാർട്ട്, പൊസിഷൻ ഓഫ് കേസ്, ആക്ടിവിറ്റി ഓഫ് കാർബറൈസിങ് മീഡിയ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കേ, വാട്ട് ഹാപ്പൻ ഇൻ ദ നോർമലൈസിങ് പ്രോസസ്സ്. നോർമലൈസിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഹീറ്റിംഗ് ദ പാർട്ട് ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് കൂളിംഗ് ദെൻ ഇൻ ഫർണസ്. ആണോ, ഇത് ശരിയാണോ? അല്ല, അതായത് ഹീറ്റിംഗ് ദ പാർട്ട് ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദെൻ കൂളിംഗ് ഇൻ ദ ഫർണസ്, തെറ്റാണ്. ഈ നോർമലൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്റ്റിൽ എയറിലാണ് കൂളിംഗ് ചെയ്യുന്നുണ്ടാവുക. ഫർണസിൽ എന്ന് പറയുമ്പോൾ അവിടെ അനീലിംഗ് ആണ്. പക്ഷെ എന്താണ്, ഹീറ്റിംഗ് ദ പാർട്ട് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നുള്ളത് അവിടെ സൂട്ടാവില്ല. ദെൻ ഹീറ്റിംഗ് പാർട്സ് എബോവ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് കൂളിംഗ് ഇൻ സ്റ്റിൽ എയർ. ഓക്കെ, അത് ശരിയാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ചൂടാക്കുന്നു, ദെൻ അതുപോലെ തന്നെ സ്റ്റിൽ എയറിൽ വെച്ചിട്ട് കൂൾ ചെയ്യുന്നു. നിങ്ങൾ സ്റ്റിൽ എയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നോർമലൈസിങ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫർണസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, അനീലിംഗ് എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇതാണ് അനീലിംഗിന്റെ ഓപ്ഷൻ. ഇതാണ് ഹീറ്റിംഗ് ദ പാർട്ട് എബോവ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ദെൻ കൂളിംഗ് സ്ലോലി ഇൻ ഫർണസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നോക്കിയാലോ. ഇൻ നോർമലൈസിംഗ് പ്രോസസ് സ്റ്റീൽ ഈസ് ഹീറ്റഡ് ഫ്രം 30 to 50 degrees Celsius above the critical temperature for hypo ektitoid steel. ഇത് നമ്മൾ ഹൈപ്പോ എക്ടിറ്റോയിഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ, ഹൈപ്പോ എക്ടിറ്റോയിഡ് സ്റ്റീലും ഉണ്ട്, ഹൈപ്പർ എക്ടിറ്റോയിഡ് സ്റ്റീലും ഉണ്ട്, എക്ടിറ്റോയിഡ് സ്റ്റീലും ഉണ്ട്. എക്ടിറ്റോയിഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.84% കാർബൺ ആണെന്നുണ്ടെങ്കിൽ, 0.84% കാർബൺ ആണ് എന്തെന്ന് പറയുന്നത് എക്ടിറ്റോയിഡ് സ്റ്റീൽ അല്ലെങ്കിൽ പെർലൈറ്റ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ 0.84% കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ എന്നും, ദെൻ ഒന്നും ക്ലിയർ ആയിട്ട് തെളിയുന്നില്ല. ദെൻ ബിലോ ആണെന്നുണ്ടെങ്കിൽ എന്താവും, അത് ഹൈപ്പോ ഇക്റ്റിറ്റോയിഡ് സ്റ്റീലും ആവും. ഓക്കെ, ഹൈപ്പോ എന്ന് ഓർത്തുക, താഴെ വരുമ്പോൾ ഹൈപ്പോ ആണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോർമലൈസിങ് പ്രോസസ്സ് നടക്കുന്നത് ഈ എന്താ പറയാ ഹൈപ്പോ ഇക്റ്റിറ്റോയിഡ് സ്റ്റീലിന്റെ കേസിൽ വരുന്ന സമയത്ത് ബിലോ 0.84% കാർബണിന്റെ കേസ് വരുമ്പം എങ്ങനെയാണ് 30 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് എബോ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് 30 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ മുകളിലായിരിക്കും ചൂടാക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് 0.84% താഴെയാണ്. അതുകൊണ്ട് തന്നെ 30 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂടാക്കും. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 30 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് ചൂടാക്കും. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈപ്പർ എക്റ്റിറ്റോയിഡ് സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് 30 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂടാക്കുന്നുണ്ടാകും. ദിസ് ടെമ്പറേച്ചർ അബൌട്ട് 15 minutes ആൻഡ് ഇസ് അലൗഡ് ടു കൂൾ ഡൗൺ ഇൻ സ്റ്റിൽ എയർ. അതിനുശേഷം 15 മിനിറ്റോളം അതിനെ എന്ത് ചെയ്യും, അതേ ടെമ്പറേച്ചറിൽ നിർത്തും. അതിനെയാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, അതേ ടെമ്പറേച്ചറിൽ ഒരു യൂണിഫോമായിട്ട് അതിന്റെ ഏകീകൃതമായിട്ട് അതിൽ മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കാൻ വേണ്ടി നിർത്തും. ദെൻ അതിനുശേഷം അതിനെ സ്റ്റിൽ എയറിൽ തണുപ്പിക്കുന്നുണ്ടാവും. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്ന. കുറെ ആവർത്തിച്ചിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവാതെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സുകൾ ക്രമീകരിക്കാം. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ്. ഇവിടെ റാപ്പ് ടെസ്റ്റ്, ചാർപി ടെസ്റ്റ്, ഐസോ ടെസ്റ്റ് ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ടഫ്നെസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. നോപ്പ് ടെസ്റ്റ് ഈസ് ദ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെത്തേഡ്. ഇൻ ദിസ് നോപ്പ് ടെസ്റ്റ് ഓൺലി ദ ലോങ്ങർ ഡയഗണൽ ഈസ് മെഷർഡ്.
സോ ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. Okay, the shape of the intender user for knob hardness test is pyramid. ഈ നോബ് ടെസ്റ്റ് ഇതിന്റെ ഇന്റൻഡർ എന്ന് പറയുന്നത് അഥവാ അത് പരിശോധിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു പിരമിഡിന്റെ ഷേപ്പിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബ്രിണൽ ഹാർഡ്നസ് ടെസ്റ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ലോ ഹാർഡ് മെറ്റീരിയൽ. അപ്പൊ ഹാർഡ്നസ് ടെസ്റ്റ് മെത്തേഡൊക്കെ നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. ഓക്കെ, tempering of high speed steel done at 550 degrees Celsius to 600 degrees Celsius. Tempering is a process of heat treating which is used to increase toughness of iron-based alloys. Tempering is usually performed after hardening to reduce some the excess hardness. അതായത് ടെമ്പറിങ് സാധാരണയായിട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ഹാർഡ്നെസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ട് ഇവിടെ പറയാം. ഓക്കെ, then അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the angle of intender of Rockwell hardness testing machine is 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. the angle of intender of Rockwell hardness testing, അതായത് ഈ ഇന്റൻഡർ എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിന്റെ ഇന്റൻഡർ എന്ന് പറയുമ്പോൾ ഇപ്പം ഡയമണ്ട് ഷേപ്പ് എന്നൊക്കെ പറയുമ്പോൾ, അതായത് പിരമിഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇതൊരു ഷേപ്പാണ്, ഇപ്പൊ ഇതൊരു ഡയമണ്ട് ഷേപ്പാണ്, ഇങ്ങനെയൊക്കെ ഇന്റൻഡർ എന്ന് പറയാം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഹാർഡ്നസ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് കൊണ്ടുവന്നിട്ടായിരിക്കും ഇതിന്റെ ഹാർഡ്നസ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ റോക്ക്വെൽ ഹാർഡ്നസ് ടെസ്റ്റിംഗ് മെഷീനകത്താണെങ്കിൽ 120 ഡിഗ്രിയാണ് ആ ഒരു ഇന്റൻഡറിന്റെ ആംഗിൾ എന്ന് പറയുന്നുണ്ടാവുക. The point of the testing tool to test the hardness of the metals Rockwell method diamond core installed through this hardness of hard steel is checked. So അതൊന്ന് നോക്കിയിരിക്കുക. And then the forging temperature of wrought iron is ആ ഒരു forging temperature എന്ന് പറയുന്നത് the forging temperature wrought iron is 860 degrees Celsius to 1340 degrees Celsius. Forging is general treat hammering, working or forging is heated metals. During the process, manufacture is forged or wrought with the largest hammer to combine the slag with iron. അതായത് ഫോർജിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു മെൽറ്റിംഗ് സ്റ്റേറ്റിലും അല്ല, നല്ലൊരു ഖര അവസ്ഥയിലും അല്ലാത്ത ഒരു പ്രത്യേക സ്റ്റേറ്റിൽ വന്നിട്ട്, അതായത് ഇപ്പോൾ എന്താ പറയാ, സ്റ്റേറ്റിന്റെ പേര് ഒരു എന്താ പറയാ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ വന്നിട്ട് നമ്മൾ ഹാമറും ചെയ്ത് റിക്യൂട്ട് ഷേപ്പിലേക്ക്, ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, then which one of the following tongue is used while forging hexagonal bolt? സൈഡ് ടോങ് ആണ്. ഓക്കെ, സൈഡ് ടോങ് ആണ്. അപ്പൊ ടോങ് is used to hold the part heated in the furnace. ടോങ് is used to hold the part heated in the furnace. നമ്മൾ ഫർണസിൽ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ഹീറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, പാർട്സിനെ ഹോൾഡ് ചെയ്യുന്നത് ടോങ് ഉപയോഗിച്ചായിരിക്കും. അത്ര ഹീറ്റുള്ള പാർട്സ് ആണ്, നമുക്ക് കൈവച്ചിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ടോങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഹോൾഡ് ചെയ്യും. അത് നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത കപ്പാസിറ്റീസ് ആണ്. ആ ഒരു ജോബിന്റെ റിക്രൂട്ട്മെന്റ് അതിന്റെ ആവശ്യകത അനുസരിച്ചുകൊണ്ട് ജനറലി ഇത് 1 സെന്റിമീറ്റർ ടു 6 സെന്റിമീറ്റർ അഥവാ 10 മില്ലിമീറ്റർ ടു 60 മില്ലിമീറ്റർ എന്ന് പറയാം. This length is kept more or less according this so that the heat of job is not reach the hand. Side tongue is used while forging hexagonal bolt. ഈ ലെഗ് വൈസ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ എന്നും wrought iron എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. മൈൽഡ് ആൻസർ കീയിൽ wrought iron കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് കംപ്ലൈൻസ് പറഞ്ഞിട്ടുണ്ട് മൈൽഡ് സ്റ്റീൽ വരില്ലേ എന്നുള്ളത്. സോ നിങ്ങളുടെ നിമീന്റെ ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കീയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ലെഗ് വേസ് ട്രഡീഷണലി മെയ്ഡ് ഫ്രം wrought iron അല്ലെങ്കിൽ ഫോർജ്ഡ് സ്റ്റീൽ ആണ്. ലെഗ് വേസ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് ഗെയിൻ വുഡ് ഹാൻഡ് സ്ക്രൂ ക്ലാമ്പ് പ്ലേസ്ഡ്. അതായത് ഇപ്പം മൈൽഡ് സ്റ്റീൽ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ കാർബണിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, കുറവാണ്. അപ്പം കാർബൺ പേഴ്സൻറ്റേജ് കുറവാവണമല്ലോ, കാരണം ഹാമറിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലെഗ് വേസ്. അപ്പോൾ ഹാമറിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാർബണിന്റെ പേഴ്സൻറ്റേജ് കുറവുള്ള മെറ്റീരിയലിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈൽഡ് സ്റ്റീൽ ആയിട്ടോ ആയിരുന്നാലും wrought iron എന്നായിരുന്നാലും ഒന്നും തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ നിമിയിൽ മൈൽഡ് സ്റ്റീൽ ആവുമ്പോൾ മൈൽഡ് സ്റ്റീൽ തന്നെ കൊടുക്കുക. Then what is the use of dowel in assembly technique? Accurate positioning 2 or more parts. The use of dowel in assembly technique to accurate positioning 2 or more parts. Dowel are commonly used as structural reinforcement in cabinet making and in numerous other applications. Dowel are used wheel axles or toys. Dowels are used gymnastics grips. ഇനി വിച്ച് ചിസൽ ഈസ് യൂസ്ഡ് കട്ടിങ് കർവ്ഡ് ഓയിൽ ഗ്രൂസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, ഹാഫ് റൗണ്ട് നോസ് ചിസൽ ആണ്. ഓക്കെ, ഹാഫ് റൗണ്ട് നോസ് ചിസൽ ആർ യൂസ്ഡ് കട്ടിങ് കർവ്ഡ് ഓയിൽ ഗ്രൂസ്. ഹാഫ് റൗണ്ട് നോസ് ചിസൽ ആൾസോ നോൺ ആസ്
ഗേജ് സിസൽ അല്ലെങ്കിൽ കർവ്ഡ് സിസൽ എന്ന് പറയുന്നുണ്ട്. ഓയിൽ ഗ്രൂസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, അതാണ് അപ്പം ചോദ്യമായിട്ട് വന്നത് അല്ലേ. അപ്പം are also used for creating semicircular grooves. They are also used for cutting fruits of twist drill. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എക്സാം ഇതുവരെയും ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എക്സാം ചെയ്ത് നോക്കുക. 41 മുതലുള്ള അതുപോലെ തന്നെ 50 വരെയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും അടുത്തൊരു ദിവസം കാണുന്നതാണ്. ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്